നൌഗാം സ്ഫോടനത്തിന്റെ നടുക്കത്തിലാണ് പോലീസ് സ്റ്റേഷന് സമീപത്ത് താമസിക്കുന്നവർ. അത്രയ്ക്ക് വലിയ ശബ്ദമായിരുന്നു ഉണ്ടായത്. സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ജയിലറായ മുഹമ്മദ് ഷെഫിയുടെ വീട്ടിൽ നിന്നും പിയാസിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ശ്രീനഗറിലെ നൌഗാം പോലീസ് സ്റ്റേഷന് സമീപത്തുള്ള നൌഗാം വില്ലേജിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ 3 പേരാണ് ഈ പോലീസ് സ്റ്റേഷന് സമീപത്ത് താമസിച്ചിരുന്ന 3 പേർ കൂടി ഈ ഒരു സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിൽ ഈ ഒരു സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ടൈലറായ മുഹമ്മദ് ഷെഫിയുടെ വീട്ടിലാണ് ഞാനുള്ളത്. ഇവിടെ നമുക്ക് ഒരുപാട് പേരെ കാണാൻ കഴിയും. उसी दिन क्या हुआ था उस रात में? उस रात में 11:20 के करीब में। तो आज ठंड का मौसम है, लोग जल्दी अंदर जाते हैं. पुलिस स्टेशन कोई ज़्यादा दूर नहीं है इसके. तो बिल्कुल एक ऐसा धमाका हो गया, बहुत बड़ा धमाका हो गया. इतना बड़ा धमाका हमने आज तक 50 साल में नहीं देखा. कल मैं यहाँ खड़ा था तो एक आदमी आया था यहाँ निगीन से, यहाँ से 12-13 किलोमीटर दूर से. वो कह रहा था कि मैंने वहाँ पर ये धमाका सुना. पुलवामा यहाँ से 20 किलोमीटर दूर है यहाँ पर, वहाँ पर भी धमाका सुना गया. तो आप खुद अंदाज़ा कीजिए, जो 20 किलोमीटर दूर से धमाका सुना जाएगा तो जो लोग उसके साथ में रहते हैं. पुलिस स्टेशन पूरा गिरा, पूरा डैमेज हो गया? बिल्कुल डैमेज हो. आपने उसके विजुअल्स देखे होंगे बाकी चैनलों से, ऐसे में बिल्कुल बिखरा पड़ा है. എന്തായാലും അതിഭീകര കാഴ്ചയായിരുന്നു നൌഗാം പോലീസ് സ്റ്റേഷനിൽ എന്നാണ് ആ ദിവസം ഇവരൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. അവിടെ ഈ സ്ഫോടനം നടന്ന സമയത്ത് അവിടെ എത്തി ആവശ്യമായ സഹായമെല്ലാം ചെയ്തവരാണ് ഇവർ. ഇവിടെ ഒരു ടൈലറായ മുഹമ്മദ് ഷെഫി കൂടി ഈ ഒരു സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു. അങ്ങനെ ഈ പോലീസ് സ്റ്റേഷന് പരിസരത്തുള്ള 3 പേർ കൂടി ഈ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 9 പേരാണ് ഇതുവരെ മരിച്ചത്. 24 പേർ ഗുരുതരമായ പരിക്കുകളോടെ ശ്രീനഗറിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നൌഗാമിൽ നിന്നും ക്യാമറാമാൻ നന്ദു പേരാമ്പ്രയ്ക്കൊപ്പം PR സുനിൽ, ഇൻ റിപ്പോർട്ടർ.